ഹലോ എവറിവൺ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജപ്പാനിലെ നഗോയിലുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ്. ഈ കാണുന്ന ഓറഞ്ച് നിറത്തിലുള്ള വലിയ ഷിപ്പ് സാധാരണ ഷിപ്പൊന്നുമല്ല കേട്ടോ. ഇതാണ് ഫുജി എന്നറിയപ്പെടുന്ന ഐസ് ബ്രേക്കർ ഷിപ്പ്. ജപ്പാനിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്കുള്ള ആദ്യത്തെ ഗവേഷണ യാത്ര നടത്തിയ ഷിപ്പാണ് ഫുജി ഐസ് ബ്രേക്കർ ഷിപ്പ്. 1965 മുതൽ 83 വരെയായിരുന്നു ഇതിന്റെ പ്രവർത്തനം. ഫുജി 5001 എന്നറിയപ്പെടുന്ന ഈ ഷിപ്പ് ഇപ്പോൾ നഗോയ പോർട്ടിൽ മ്യൂസിയമായി തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കപ്പലിന്റെ അകത്തെ യഥാർത്ഥ ലൈഫും അവരുടെ യാത്രകളും അതിജീവനത്തിന്റെ കഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ എൻട്രൻസും ടിക്കറ്റ് കൗണ്ടറൊക്കെ കഴിഞ്ഞാൽ കാണുന്നത് കിച്ചൺ ഏരിയയാണ്. എല്ലാ സ്ഥലത്തും ഡമ്മി മോഡൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് കാണാം. ഇവിടെ കാണുന്ന ടേബിളുകളും ചെയറുകളും പ്രത്യേകമായി ഷിപ്പ് മോഷനോട് മാച്ച് ചെയ്യാൻ നിർമ്മിച്ചതാണ്. അതായത് കടലിൽ കപ്പൽ കുലുങ്ങുമ്പോഴൊക്കെ ഭക്ഷണം ചിതറാതിരിക്കാൻ വേണ്ടി 45 ഡിഗ്രി വരെ തെന്നി നിൽക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ആ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് ഫുജി കപ്പലിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ബാഡ്ജുകളും എംബ്ലംസ് ഷീൽഡുകളൊക്കെയാണ്. കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതും കാണാട്ടോ. കപ്പലിൽ മാസങ്ങളോളം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. മെഡിക്കൽ റൂം, ഹെയർ കട്ടിംഗ് റൂം, പ്ലേ റൂം, സ്ലീപ്പിംഗ് ഏരിയാസ് അങ്ങനെ എല്ലാം തന്നെ ഈ ഷിപ്പിനകത്തുണ്ട്. ഇതാണ് ക്രൂ ഏരിയ. ചെറിയ കട്ടിലുകളും ചുരുങ്ങിയ സ്പേസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഈ ഷിപ്പിന്റെ എഞ്ചിനും പിന്നെ സ്ക്രീനിൽ ഐസ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ നേരെ മുകളിൽ ചെന്നാല് ജപ്പാനിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് റിസർച്ചിന് പോയ 3 ഷിപ്പിന്റെ മോഡൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5001 ആണ് ആദ്യം പോയ നമ്മളിപ്പോ കയറിയിട്ടുള്ള ഈ ഷിപ്പ്. രണ്ടാമത് പോയത് ഷിരാസെ 5002 എന്ന ഷിപ്പാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1983 മുതൽ 2008 വരെയായിരുന്നു പ്രവർത്തനം. ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിപ്പാണ് 5003, അതായത് മൂന്നാമത് പോയ ഷിപ്പ്. ഏറ്റവും മുകളിലായിട്ടാണ് കൺട്രോൾ റൂം ഉള്ളത്. ഇതിന്റെ ഹൃദയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെയായിരുന്നു ക്യാപ്റ്റനും മറ്റു മെമ്പേഴ്സൊക്കെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഈ ഷിപ്പിൽ നിന്ന് അയച്ച റേഡിയോ സന്ദേശങ്ങളൊക്കെ ഇന്നും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വെഹിക്കിളായിരുന്നു അന്റാർട്ടിക്കയില് ഗവേഷകരെ കൊണ്ടുപോകാനും അവരെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ച സ്നോ വെഹിക്കിൾ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ. പൊതുവെ ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ് ഈ ഷിപ്പ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.